അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹംദ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു. അജ്മൽ സാറിന് ശരിക്കും അത് സങ്കടമുള്ള കാര്യമായി മാറി. അതെ, അവൾ സംസാരിക്കുന്നതിനിടെ അറിയാതെ ഉറക്കത്തിലേക്ക് അകപ്പെടുകയായിരുന്നു. ഒരു പക്ഷേ അവൾക്ക് നൽകിയ മരുന്നിൻ്റെ ഡോസിൻ്റെ ഫലമായിട്ടാകാം സംസാരിക്കുന്നതിനിടയിൽ അവളാകെ കുഴഞ്ഞുപോയി. അറിയാതെ അവൾ ഏതോ ഒരു ലോകത്തേക്ക്. എന്നാൽ ഹംദക്ക് നല്ല രീതിയിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം അജ്മൽ സാറിന് മനസ്സിലായി. അതെ, സംസാരിക്കുന്നതിനിടെ അവൾ അറിയാതെ ഉറക്കത്തിലേക്ക് വീണു പോവുകയാണ്. അവളുടെ ആ കാലുകളിലേക്ക് അവൻ നോക്കി. പാവം, നല്ല രീതിയിൽ നടന്നിരുന്ന കുട്ടിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, പെട്ടെന്ന് ഇങ്ങനെയൊരു അവസ്ഥ. അത് ഒരിക്കൽ പോലും ആ കുട്ടി വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്ത് ചെയ്യാൻ, വീട്ടുകാരുടെ അനാസ്ഥ മൂലം മാത്രമാണ്. പിതാവെന്ന് പറയുന്ന ആ അറബി ഉണ്ടല്ലോ, അദ്ദേഹത്തിനെങ്കിലും അല്പം സ്നേഹം ഈ കുട്ടിക്ക് നൽകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടി രക്ഷപ്പെടുമായിരുന്നു. എല്ലാവരും ആ കുട്ടിയെ വളരെയധികം പിന്തള്ളപ്പെട്ടു എന്ന് തന്നെ പറയാം. ഗദ്ദാമയോടുകൂടും പോലും കൂടുതൽ അവളോട് സംസാരിക്കുകയോ ഇടപഴകുകയോ ചെയ്യരുത്, ഫുഡ് കൊടുക്കുക മാത്രം ചെയ്യുക, അതാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഗദ്ദാമക്കും ഭയമായിരുന്നു. ഒരു പക്ഷേ കൂടുതൽ സംസാരിച്ചാൽ ജോലി പോകുമെന്നുള്ള ആ ഒരു താക്കീത് ഓർമ്മ വരും. എന്നാൽ പാവം തോന്നും ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ. എന്ത് ചെയ്യാൻ, അവളുടെ ആ ഒരു ഡയറിയിൽ അവളെല്ലാം എഴുതിയിട്ടുണ്ടാകും. ഇനിയും കുറച്ചുകൂടി വായിക്കുവാനുണ്ട്. ഒരുപാട് വായിക്കാൻ ടൈം കിട്ടുന്നില്ല. ഇപ്പോൾ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ആയപ്പോൾ കാര്യമായിട്ട് ഇവിടെ തന്നെ. അറബിയെ അവൾക്ക് കണ്ണെടുത്തൽ കണ്ടുകൂടാ. സ്വന്തം പിതാവാണ്. പക്ഷേ എന്ത് ചെയ്യും, അവൾ ശരിക്ക് നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല. എല്ലാം എളാമ പറയുന്നതിനനുസരിച്ച് മാത്രം ആ പിതാവ് നിന്നതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ ആ പിതാവിൻ്റെ സ്നേഹവും നഷ്ടപ്പെടുകയായിരുന്നു. അതുകൊണ്ടൊക്കെ എല്ലാം ആ കുട്ടിക്ക് മാനസികമായി ആകെ അതൊരു വെല്ലുവിളിയായി മാറി. പിന്നീട് ഒറ്റപ്പെടുത്തലുകളും എല്ലാം. അവൾ ഉണർന്നാൽ ഒരു പക്ഷെ ചോദിക്കും തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ, അല്ല തൻ്റെ ഉമ്മയെ, തൻ്റെ സഹോദരനെ. എന്നാൽ അവൾ ഉണരുമ്പോഴേക്കും അവൾക്കൊരു സമ്മാനമായിട്ട് ഒരു സർപ്രൈസ് നൽകണം. അതായിരുന്നു അജ്മൽ സാർ വിചാരിച്ചത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ. ആരെയായിരിക്കും ഉമ്മയായിട്ടും സഹോദരനായിട്ടും ഹംദയുടെ മുമ്പിൽ അജ്മൽ സാർ എത്തിക്കുക എന്നുള്ളത്. എന്നാൽ ഒരുപാട് ആളുകൾ കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അറബി ഉമ്മയും സിനാനുമായിരിക്കും എന്നുള്ളത്. ചിലർ തലാലാണെന്ന് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാലും ഉമ്മയുടെ സ്ഥാനത്ത് അറബി ഉമ്മക്ക് തന്നെയാണ് എല്ലാവരും കൊടുത്തിട്ടുള്ളത്. അതുതന്നെയാണ് അജ്മൽ ആഗ്രഹിക്കുന്നതും. അതെ, അറബി ഉമ്മ ഒരിക്കലും കൈവിടില്ല. ആരെയും വേദനിക്കുന്നവരെയും വിഷമിക്കുന്നവരെയും അറബി ഉമ്മ ചേർത്ത് പിടിച്ച അനുഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. നൂർ ഫാത്തിമയെയും മുഹ്സിനെയും നല്ല രീതിയിൽ അറബി ഉമ്മ നോക്കി വളർത്തിയത് തന്നെ എന്ന് തന്നെ പറയാം. പ്രസവിച്ചിട്ടില്ല എങ്കിലും ഒരു ഉമ്മയുടെ സ്നേഹം നല്ല രീതിയിൽ അറബി ഉമ്മ കൊടുക്കുന്നുണ്ട്. അജ്മൽ സാറിനെ നന്നായിട്ടറിയാം. കാരണം മുഹ്സിന അതൊരു വലിയ ഉദാഹരണമാണ്. പക്ഷേ അതിനേക്കാളേറെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം നൂർ ഫാത്തിമ. അതെ, വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ആ പെൺകുട്ടി അവിടെ കഴിയുകയാണ്. പിന്നീട് നിക്കാഹും കല്യാണം പാർട്ടിയും കാര്യങ്ങളും. അതുമാത്രമല്ല പ്രസവം, കുഞ്ഞിന് ഏകദേശം 6 മാസത്തോളം എല്ലാം അവിടെ നിന്ന് തന്നെയായിരുന്നു. മാത്രമല്ല നാഫി ഉസ്താദിനുള്ള എല്ലാ ചിലവുകളും അവരുടെ ഫാമിലിക്കുള്ളതും അതെല്ലാം അറബിയുമ്മ ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ മുഹ്സിന അവളെയും സ്നേഹത്തോടെ സ്വീകരിച്ചു. എനിക്ക് പെൺമക്കളൊന്നും ഉണ്ടായില്ല. എനിക്ക് എൻ്റെ തലാലിനെ മാത്രം തന്ന് അവൻ്റെ പിതാവ് യാത്രയായി 1 വയസ്സായപ്പോഴേക്കും. എന്നാൽ എനിക്ക് പെൺമക്കൾക്ക് വളരെയധികം കൊതിയുണ്ടായിരുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കായിട്ട് മക്കളെ നൽകി കഴിഞ്ഞു. അതെ, നൂർ ഫാത്തിമ എൻ്റെ പൊന്നു മോളാണ്. ഇപ്പോഴിതാ മുഹ്സിനെയും എനിക്ക് ഓരോരുത്തരും പോകുമ്പോൾ ഓരോരുത്തരെ പടച്ച റബ്ബ് നൽകുന്നു. അതായിരുന്നു അറബി ഉമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അറബി ഉമ്മയുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ആദിയുണ്ട്. റബ്ബേ, മുഹ്സി അവൾ ഏത് നിമിഷവും അവളുടെ വീട്ടിലേക്ക് പോകും. അതെ, സിനാനെ കൂടെ ഉണ്ടല്ലോ, അവർക്ക് നാട്ടിൽ പോകാലോ, ഒരുമിച്ച് ജീവിക്കാലോ. ഒരു പക്ഷേ അവൾ പോയി കഴിഞ്ഞാൽ
എൻ്റെ തലാലും ഞാനും തനിച്ചാകും. തലാലിനൊരു പെണ്ണ്, അത് മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷേ അവൻ വീണ്ടും ഏതാ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ തൽക്കാലം വിവാഹം ഇപ്പോൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ്. വയസ്സാകുന്നേ ഉള്ളൂ. പക്ഷെ എങ്കിലും എനിക്ക് പെട്ടെന്ന് ആൺമക്കളായാലും വിവാഹം കഴിപ്പിക്കണമെന്ന് തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷേ അവൻ ഇപ്പോൾ അതിനോടൊരു താല്പര്യം കാണിക്കുന്നില്ല. അവൻ്റെ ഡിഗ്രി പൂർത്തിയാക്കട്ടെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് വല്ലാതെ ഞാൻ ചിന്തിക്കുന്നുമില്ല. അന്നൊരു മിസിരിപ്പെണ്ണ് അവന് വിവാഹം കഴിക്കണം എന്നുള്ള രീതിയിൽ എത്തിയിരുന്നു. എനിക്ക് സമ്മതമാണ്. എൻ്റെ മോൻ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് സന്തോഷവും സമ്മതമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ വേണ്ടെന്ന് പറയില്ല. കാരണം അവൻക്ക് മനസ്സിലിണങ്ങിയ പെൺകുട്ടി അവൻ കണ്ടുപിടിക്കട്ടെ. പക്ഷെ തലാലിന് അങ്ങനത്തെ ചിന്തയും കാര്യങ്ങളൊന്നുമില്ല. അവന് കുറച്ച് പഠിക്കണം, കുറച്ച് ഫ്രണ്ട്സുകൾ വേണം, അതൊക്കെ തന്നെ. അല്ലാതെ കൂടുതലായിട്ടൊന്നും അറബിയമ്മ അത് വിചാരിക്കുന്നു. എന്തൊക്കെ തന്നെയാലും റബ്ബേ, എന്നെന്നും എനിക്ക് ആരും ഉണ്ടാവില്ല. എനിക്ക് അറബിയമ്മ നെടുവീർപ്പിട്ടുകൊണ്ട് ആലോചിച്ചു. പെട്ടെന്നാണ് തലാലിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. മോനെ തലാൽ, ദാ ഫോൺ അടിക്കുന്നു. മോനെ തലാൽ, മോനിത് എവിടെ പോയി കിടക്കുക? തലാൽ, എന്താ മോനെ ഫോൺ ഇവിടെ വെച്ചിട്ട് അകത്താണോ? ഉമ്മി. മോനെ തലാൽ, ദാ ഫോൺ ഇപ്പം അടിച്ചിട്ട് നിന്നുപ്പത്. ഫോണോ? ആര്? അജ്മൽ. ഉമ്മ. മോനെ ആരാടാ? അജ്മലാണുമ്മ. വിളിച്ചു നോക്ക്, എന്താന്ന് ചോദിച്ചു നോക്ക്. അപ്പോൾ തന്നെ അജ്മൽ സാറിന് അതാ തലാൽ വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അജ്മൽ സാർ അതെടുത്തു. ഹലോ, അസ്സലാമു അലൈക്കും യാ ഹബീബി. വഅലൈക്കും അസ്സലാം. കൈഫാലക്? സൈൻ, അൽഹംദുലില്ലാ. വിശേഷങ്ങൾ ചോദിച്ചതിന് ശേഷം തലാലിനോട് കാര്യങ്ങൾ ഒന്ന് പറയണമെന്ന് തോന്നിപ്പോവുകയാണ് അജ്മലിന്. അത് തലാൽ, എനിക്ക് അല്ല അജ്മൽ, നീ എവിടെ? ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിലോ? എന്തു പറ്റി? അത് ഹോസ്പിറ്റലില് അതിവിടുത്തെ അറബിയുടെ മകൾക്ക് ചെറിയൊരു ഇഷ്യൂസ് വന്നപ്പോൾ. ഏത് ഹോസ്പിറ്റലിലാ? ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞപ്പോൾ ശരിക്കും തലാൽ ഞെട്ടി. എന്തു പറ്റി? അത് സൈക്കാട്രിസ്റ്റ്, അത് മാനസികാരോഗ്യ. അതെ. അവിടെ എന്താ? അറബിയുടെ മകൾക്ക് ചെറുതായിട്ടൊരു ഡിപ്രഷൻ വന്നു. അപ്പോൾ എന്താന്നാവല്ലേ, എന്തെങ്കിലും പ്രോബ്ലം? എന്ത് സംഭവിച്ചത്? അതെന്തൊരു ടെൻഷൻ എന്തോ കയറിയത് തോന്നുന്നു. പഠിച്ചോനെ, പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്കട്ടെ. കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? കുട്ടിക്ക് 19-20 ആയിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ. ഞാൻ വിളിച്ചെന്താന്ന് വെച്ചാൽ ആ കുട്ടി ഡിപ്രഷൻ ആ കാരണം, ഒന്നാമത്തെ കാരണം മെയിനായിട്ട് ആ കുട്ടിയുടെ ഫാമിലി, അവർ ഉമ്മയും സഹോദരനൊന്നും ഇല്ല. ആ കുട്ടി എന്തോ ഒരു ചെറിയ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് അവർ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഈ കുട്ടിക്ക് പിതാവ് സ്നേഹം നൽകിയെങ്കിലും പിതാവ് മറ്റൊരു വിവാഹം കഴിച്ചതോടുകൂടി ആ കുട്ടി ഒറ്റപ്പെടുകയായിരുന്നു. ഒരിക്കൽ പോലും ആ കുട്ടിയെ സ്നേഹിക്കുവാൻ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യ അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടി ആകെ ഒറ്റപ്പെട്ട് ടെൻഷനായി. വീണ്ടും എളാം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ കുട്ടിയെ ഒരു തടവിലാക്കിയ പോലെയായിരുന്നു ആ കുട്ടിയുടെ ജീവിതം. എല്ലാ പ്രശ്നങ്ങളിലും നമ്മുടെ സിനാനുണ്ടല്ലോ, സിനാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടി ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അതായത് എൻ്റെ മരണപ്പെട്ടു പോയ എൻ്റെ സഹോദരനാണ്, എനിക്ക് അങ്ങനെയാണ് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നത് എന്നുള്ള രീതിയിൽ ഫുഡെല്ലാം കൊണ്ടുപോയി കൊടുത്തിരുന്നു. പക്ഷെ അതും എളാമ കണ്ടുപിടിച്ചതോടെ ഇനി ഒരിക്കൽ പോലും അവനുമായിട്ട് യാതൊരു സമ്പർക്കം പാടില്ല എന്നുള്ള രീതിയിൽ ഓരോന്ന് പറഞ്ഞ് അറബിയോടൊക്കെ പറഞ്ഞു കൊടുത്ത് അതില്ലായ്മ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ ആ ഒരു സ്നേഹവും നഷ്ടപ്പെട്ട അവൾ ശരിക്കും അവളൊരു തടവറയിൽ ജീവിക്കുന്ന പോലെയായിരുന്നു. എന്നാൽ അതിനിടക്ക് അവൾക്ക് എന്തൊക്കെയോ സംഭവിച്ചു കഴിഞ്ഞു. ഒറ്റപ്പെടലിൻ്റെ വേദന, യാതന, ഒരാളോടും മിണ്ടാനും പറയാനും പറ്റാത്ത അവസ്ഥ. ആ ഒരു രീതിയിലായിരുന്നു അവൾക്ക് ശിക്ഷ നൽകിയത് അറബിച്ചി. ശരിക്കും ആ കുട്ടി അതിൽ വളരെയധികം
വിഷമിച്ചു, ഡിപ്രഷനായി. ആ കുട്ടിക്ക് കൂടുതൽ എന്തൊക്കെയോ മാനസികമായി പ്രയാസങ്ങളുണ്ടായി, സമനില തെറ്റി. ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിലാണ്. ശരിക്കും തലാൽ ഒന്ന് ഞെട്ടി. യാ അല്ലാ, ഇങ്ങനെയൊക്കെ ശിക്ഷിക്കാൻ മാത്രം ആ കുട്ടി എന്ത് തെറ്റാ ചെയ്തത്? അത് എനിക്ക് അറിയില്ല. ഞാൻ ഡയറി നോക്കിയപ്പോഴാണ് കണ്ടത്, കുട്ടി എന്നും ഒരു ഡയറി എഴുതുമായിരുന്നു. ആ ഡയറിയിൽ നോക്കിയിട്ടാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ മനസ്സിലായത്. ഇനി ഒരുപാട് വായിക്കാനുണ്ട്. പഠിച്ചോനെ, ഏതാണത്? അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ആ കുട്ടിയെ ഇത്രമാത്രം ബുദ്ധിമുട്ടിച്ച്. സിനാനെ കാണുമ്പോൾ ഒരു പക്ഷേ അവൾക്ക് അതൊരു വല്ലാത്ത സന്തോഷമായിരിക്കും. കാരണം തൻ്റെ സഹോദരൻ്റെ സ്ഥാനത്താണ് സിനാനെ അവൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ സിനാന് ഫുഡ് കൊണ്ടേ കൊടുക്കുന്ന അത് ഇല്ലാതാക്കിയപ്പോൾ തന്നെ അവൾക്ക് കൂടുതൽ ടെൻഷനായിരുന്നു അത്രേ. അത് അവൾക്കൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. തൻ്റെ ബ്രദറിനെ ഫുഡ് കൊണ്ടേ കൊടുക്കുന്നൊരു രീതിയിലായിരുന്നു അവൾ അത് കണ്ടിരുന്നത്. അവൾക്ക് നൽകുന്നത് അവൾ അതിൽ നിന്ന് അല്പം മാത്രം ഭക്ഷിച്ച് അല്ലെങ്കിൽ അവന് മുഴുവനായി കൊണ്ടുപോയി കൊടുക്കുക, അത് പതിവായിരുന്നു. അതെല്ലാം നിർത്തലാക്കിയതോടുകൂടെ അവളാകെ ടെൻഷനാവുകയായിരുന്നു. അറബിയമ്മയോട് നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ, അതുമാത്രമല്ല ഇടയ്ക്കിടെ ഉമ്മയെ കാണണം, എനിക്ക് എൻ്റെ സഹോദരനെ കാണണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ വരാന്തയിലൂടെ ഓടുകയാണ് അവൾക്ക് അവരെ എത്രയും പെട്ടെന്ന് അവളുടെ മുമ്പിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചതാണ് ഈ ഒരു കാര്യം ഒരിക്കൽ അറബിയമ്മയെ അല്ലെങ്കിൽ തലാലിനെ അല്ലെങ്കിൽ സിനാനെ കൊണ്ടുവന്ന് ഒന്ന് കാണിക്കാമെന്ന്. പെട്ടെന്ന് തലാൽ പറഞ്ഞു, അജ്മൽ, അത് ഏറ്റവും നല്ല സിനാനാണല്ലോ. കാരണം സിനാനെ അവൾ കണ്ടതാണ്, പരിചയമുണ്ട്. പിന്നെ ഇപ്പം എന്താ അതിൻ്റെ പേരിൽ ഇത്രമാത്രം ടെൻഷൻ എടുക്കാണ്? പറയണം സിനാനോട് കാര്യങ്ങളൊന്ന്. അതിനെന്താ, ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ. എന്തൊക്കെ തന്നെയല്ലേ ഉമ്മയോട് കാര്യങ്ങൾ പറയട്ടെ. മോനെ, എന്താ പറയുന്നത്? കാര്യപ്പെട്ട വിഷയങ്ങളാണല്ലോ. ഉമ്മ, അത് ചെറിയൊരു വിഷയമുണ്ട് ഉമ്മ. എന്താ മോനെ? അറബിയമ്മ ആകാംക്ഷയോടെ അത് കേട്ടു. ഉമ്മ, ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഉമ്മ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നൊരു പെൺകുട്ടിക്ക് ഡിപ്രഷൻ വന്ന് ഹോസ്പിറ്റലിലായി. ഇപ്പോൾ ഉമ്മയും സഹോദരനെയും കാണണമെന്ന് പറഞ്ഞ് കുട്ടി ഭയങ്കര പ്രശ്നത്തിലാണ്. അത് അജ്മൽ സാറിൻ്റെ അറബിയുടെ മകളാണ്. യാ അല്ലാ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഹോ പഠിച്ചോനെ, എനിക്ക് പെൺകുട്ടികൾ കഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു സങ്കടമാണ്. മോനെ തലാൽ, നമുക്കൊന്ന് പോയി വന്നാലോ? അതെന്താ ഇതുവരെ പറയാതിരുന്നത്? അതൊന്നും പറഞ്ഞിട്ടില്ല. മോനെ വണ്ടി എടുക്ക്. ഉമ്മ, അത് എന്നെ മാത്രമല്ല, നമുക്ക് ഒരുമിച്ചങ്ങ് പോകാം. സിനാനും വന്നോട്ടെ. സിനാനെ കൊണ്ടുവരണോ? സിനാനും മുഹ്സിനിയും അവിടെ. അല്ലുമ്മ, സിനാനെ സഹോദരൻ്റെ സ്ഥാനത്തായിരുന്നു അത്രേ അവൾ കണ്ടിരുന്നത്. അപ്പോൾ സിനാനെ കാണിക്കാതെ. ഓക്കെ, എന്നാ ശരി. അങ്ങനെ അതാ അറബിയമ്മ മുഹ്സിനിയുടെ റൂമിനടുത്തേക്ക് ചെല്ലുന്നു. മുഹ്സിന പെട്ടെന്ന് അറബിയമ്മ, ഉമ്മി, മോളെ, നമുക്ക് ഒരു സ്ഥലം വരെ ഒന്ന് പോകാനുണ്ട് മോളെ. അതായത് അജ്മൽ സാറല്ലേ നിന്നെയൊക്കെ രക്ഷപ്പെടുത്തിയ? അജ്മൽ സാറിൻ്റെ അറബിക്കൊരു മകളുണ്ടത്രേ. അത് എന്നോട് പറഞ്ഞിരുന്നു സിനു എന്നോട്. അല്ല, അത് എന്തായി? അവൾ ഹോസ്പിറ്റലിലായിട്ട് ഭയങ്കര പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്, ഷോക്ക് അടുപ്പിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടത്. ഹോ പഠിച്ചോനെ, നമുക്ക് വന്ന് മോളെ പോയി വന്നാലോ? സിനാനെ സഹോദര സ്ഥാനത്തായിരുന്നു അത്രേ ആ പെൺകുട്ടി കണ്ടത്. എന്നോട് പറഞ്ഞിരുന്നു. പഠിച്ചോനെ, പാവം. സിനു പെട്ടെന്ന് അങ്ങോട്ട് വന്നു. അറബിയമ്മ, മോനെ സിനാൻ, നമുക്കൊരു വിടം വരെ പോകാനുണ്ട്, ഒന്ന് ഫ്രഷ് ആകും. രണ്ടുപേരും മാറ്റുന്ന തിരക്കിൽ. എങ്ങോട്ട് അറബിയമ്മ? അത് മോനെ, നിന്റെ അറബിയുടെ മകളുടെ അരികിലേക്ക്. അല്ലാ, ഒരു നിമിഷം സിനാൻ ഞെട്ടിപ്പോയി. അവന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അറബിയമ്മ, അത് വേണ്ട. അതെന്താ മോനെ? എനിക്ക് ഭക്ഷണം തന്നതിൻ്റെ പേരിലൊക്കെ ആ പെൺകുട്ടി ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മോനെ. എന്ന് വെച്ചാൽ അതേ ഉമ്മ, എന്നെ കാണണ്ട. കാരണം അവള് എൻ്റെ സഹോദര സ്ഥാനത്താണ് എന്നെ കണ്ടത്. പക്ഷെ അവരെല്ലാം എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് മാത്രമല്ല, അവരെല്ലാവരും കൂടി
ആ പെൺകുട്ടിയെ അറബി വരെ നല്ല രീതിയിൽ ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. പറയുമ്പോൾ അവളുടെ പിതാവാണ്. എന്നിട്ട് പോലും എളാമയുടെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. പാവം ആ കുട്ടിക്ക്. ഇനിയും എന്നെ കണ്ട ഒരു പക്ഷേ അറബി ദേഷ്യപ്പെടും. അതുകൊണ്ട് ഞാനില്ല, നിങ്ങൾ പോയിക്കോളും, നിങ്ങളും മുഹ്സിയും ഒക്കെ പോയിക്കോളും. ഞാൻ തൽക്കാലം അവരുടെ അരികിലേക്കില്ല. എന്നെ വിളിക്കും ഇന്നല്ലെങ്കിൽ നാളെ. കഴിഞ്ഞു എൻ്റെ സമയം. ഒരാഴ്ചയാണ് എനിക്ക് സമയം തന്നത്. എന്തൊക്കെ തന്നെയാലും ഞാൻ പോകൽ നിർബന്ധമായിരിക്കും. മോനെ, അതൊന്നും പ്രശ്നം ഉണ്ടാവില്ല, നീ വാ. ആഹാ, നിന്നെ അങ്ങനെ അങ്ങ് തൊടാൻ പറ്റില്ലല്ലോ. ഞാനുണ്ടാവുമ്പോൾ നീ ഒരു പേടിയും പേടിക്കണ്ട മോൻ. എന്നാൽ അറബിയമ്മയുടെ വാക്കുകൾക്ക് എതിര് പ്രവർത്തിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് മനസ്സിലാക്കിയ സിനാൻ ഒരുങ്ങുകയായിരുന്നു. പഠിച്ചോനെ, ആ കുട്ടിക്ക് എൻ്റെ പ്രശ്നം കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതേ അല്ലാ. തലാൽ വണ്ടിയെടുത്തു. മുഹ്സിനയും അറബിയമ്മയും സിനാനും അതിൽ കയറി. ഹോ, എന്താണ് ആ കുട്ടി ഇതുവരെ എന്നോടൊന്നും പറയാതിരുന്നത്? എനിക്ക് വല്ലാത്തൊരു വിഷമം. ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ രാത്രി തന്നെ അവരിതാ അങ്ങോട്ട് പുറപ്പെടുന്നു. മോനെ തലാൽ, വേഗം നമുക്ക് എന്ത് ചെയ്യാനാവും? എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുകയാണ്. അറബിയമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം, ആ കുട്ടിയെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം. കാരണം എന്തെന്നറിയില്ല, മനസ്സിനുള്ളിൽ അതെല്ലാം കേട്ടപ്പോൾ വല്ലാത്തൊരു പ്രയാസം. തലാൽ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ, ഹോ റബ്ബേ, ഇത് എത്ര പെട്ടെന്ന് എന്നോട് പറയേണ്ടതായിരുന്നു. എന്തിത്ര വൈകിയത്? എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിയെ ഞാൻ നോക്കുമായിരുന്നല്ലോ. പാവം. എന്നാലും ഉപ്പയുടെ ആ രണ്ടാം ഭാര്യ എന്തിനായിരിക്കും ഇത്രയധികം ക്രൂരത ആ ഒരു കുഞ്ഞിനോട് കാണിച്ചത്? മോനെ തലാൽ, ഒന്നും കൂടി സ്പീഡിൽ പോടാ മോനെ. ഉമ്മ പോകുന്നുണ്ട്. ഉമ്മക്കത് അറിയായിട്ടാണ്, പെട്ടെന്ന് അവിടേക്ക് എത്തുവാനുള്ള ധൃതിയിലാണ് ഉമ്മ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. മോനെ, ഏത് ഹോസ്പിറ്റലിന് അതെനിക്കറിയാം ഉമ്മ. അത് ലൊക്കേഷൻ വിട്ടുതരാൻ പറ മോനെ. അറിയില്ലെങ്കിൽ. അറിയാം, എനിക്ക് അതാണെങ്കിൽ. അപ്പോൾ തന്നെ തിരിച്ച് അവൻ വിളിക്കുന്നു. സിനാൻ, ഹലോ അജ്മൽ, ഞങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഞാൻ ആ ലൊക്കേഷൻ ഒന്ന് വിട്ടുതരാം. ആ ഓക്കേടാ. അജ്മൽ, എന്നെ കണ്ട വീണ്ടും പ്രശ്നമാകുമോ? അറബിക്ക് എന്നെ ഇഷ്ടമല്ല. കാരണം ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണല്ലോ. പക്ഷെ എൻ്റെ കാര്യം എനിക്കും പഠിച്ചവനല്ല അറിയുള്ളൂ. അതൊന്നും ഒരു വിഷയമല്ല, നിങ്ങൾ വന്നാൽ മതി. എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ അതാ ഹംദ് കണ്ണുകൾ പതുക്കെ തുറക്കുന്നു. എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി ഉണരുന്നത്. അജ്മൽ അവളെ പതുക്കെ തലോടി. മോളെ, വിഷമിക്കണ്ട. എൻ്റെ ഉമ്മയെ കാക്കയും വന്നോ? ഇല്ല, അവരിപ്പോൾ ഇങ്ങെത്തും. സത്യമായിട്ടും നിങ്ങൾ പറയുന്നത് സത്യമാണോ? അതേ മോളെ, എനിക്ക് പെട്ടെന്ന് കാണണം. അവൾ പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ പഴയ പോലെ അവൾക്ക് എഴുന്നേറ്റ് ഓടാൻ കഴിയുന്നില്ല. കാരണം അവളുടെ കാലുകൾ തളർന്നിരുന്നു. അവൾ പെട്ടെന്നാണ് ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അജ്മൽ സാർ അവളുടെ കണ്ണുകൾ തോർത്തി കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോൾ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. നിനക്ക് നടക്കുവാൻ കഴിയുന്നില്ല എങ്കിലും നിന്നെ തേടി നിന്റെ ഉമ്മയും സഹോദരനും ഇവിടെ എത്തും. എന്താ പറ്റില്ലേ? മതി, ഒരുപാട് താങ്ക്സ് നിങ്ങൾക്ക്. മോളെ, എനിക്ക് താങ്ക്സ് ഒന്നും വേണ്ട. പഠിച്ചവനായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം നൽകുന്നത്. കാരണം മോളുടെ ഉമ്മയും മോളുടെ ഇക്കാക്കയും മോളെ കാണാൻ വരുന്നുണ്ട് എന്നറിയുമ്പോഴേ. സത്യമായിട്ടും? അതെ മോളെ, സത്യമായിട്ടും. എനിക്കറിയാം അവരിവിടെ എവിടേക്കോ ഉണ്ടെന്നുള്ളത്. അവര് എന്നെ കാണാതെ ഒളിച്ചിരിക്കായിരിക്കുമല്ലേ? അതേ മോളെ, ഇനിയിപ്പോൾ മോളുടെ അസുഖമൊക്കെ മാറിയിട്ട് കാണാമെന്ന് വിചാരിച്ചതായിരിക്കും. എന്നാൽ യഥാർത്ഥ സത്യം ആ കുട്ടിക്ക് അറിയുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും പ്രിയപ്പെട്ട സഹോദരനും എന്നേക്കുമായി ഇഹലോകവാസം വെടിഞ്ഞു എന്നുള്ള കാര്യമൊന്നും അവൾക്ക് അറിയുന്നില്ല. ഇവിടെ എവിടേക്കോ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് ആ കുട്ടിക്ക് ഇപ്പോഴും ഉള്ളത്. സിനാൻ വീണ്ടും വിളിക്കുന്നു. എടാ, ഒരാഴ്ച എൻ്റെ ലീവ് കഴിയാനായി, എനിക്ക് പോകാനായി. എന്നെ കണ്ടാൽ ഉറപ്പായിട്ടും അറബി എന്നെ കൊണ്ടുപോകും.
സത്യം പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് അവിടെ പുറത്ത് നിൽക്കാട്ടോ, ഞാൻ അകത്തേക്കൊന്നും കയറുന്നില്ല. ഏയ് ആര് പറഞ്ഞു? അങ്ങനെയൊന്നല്ല, നീ ഹംദയെ കാണാൻ അകത്തേക്ക് തന്നെ വരണം, അത് നിർബന്ധമാണ്. നിർബന്ധോ? അതെ, അത് നിർബന്ധം തന്നെയാണ്. എടാ അജ്മൽ, നീ എന്തൊക്കെയാ പറയുന്നത്? സത്യമായിട്ടും അത് പ്രധാനമായിട്ടും അവൾ ചോദിക്കുന്നത് എന്നെയാണ്. എന്നെയോ? ഒരു നിമിഷം സിനാൻ ഞെട്ടുകയാണ്. അതെ, എൻ്റെ സഹോദരൻ എവിടെ? ഞാൻ ഭക്ഷണം കൊടുത്തിരുന്ന സഹോദരൻ എവിടെ എന്നാണ് ചോദിക്കുന്നത്. കൂടുതൽ നിന്നെ കാണാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. ശരിക്കും സിനാൻ ഞെട്ടിപ്പോവുകയാണ്. റബ്ബേ, അതൊരിക്കലും അറബി സമ്മതിക്കില്ല. അറബി കണ്ടാൽ എന്നെ മാത്രമല്ല അവളെയും കൊന്നുകളയും. അത്രക്ക് ദേഷ്യമാണ് അറബിക്ക് അതിനുശേഷം എന്നോട്. അതുകൊണ്ടാണ് എനിക്ക് അത്രയും വലിയ ശിക്ഷ നൽകിയതും എന്നെ ആ വീട്ടിലുള്ള ജോലികളെല്ലാം ഏൽപ്പിച്ചതും നട്ടുച്ച സമയത്ത് ടാങ്ക് വൃത്തിയാക്കുവാൻ വേണ്ടി എന്നോട് പറയുന്നതും എന്നോടുള്ള ഒരു പ്രതികാരം. അതെ, എനിക്കുള്ള ഒരു ശിക്ഷ. അതും ആ അറബിച്ചി തള്ളയാണ് മെയിൻ പ്രശ്നം. അറബി അല്ലായിരുന്നു. അതെന്തൊക്കെയാണോ എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്. സത്യം പറഞ്ഞാൽ സിനാന് സമാധാനമുണ്ടായിരുന്നില്ല. എന്തു ചെയ്യും റബ്ബേ? മോനെ സിനാൻ, എന്തു പറ്റി? എന്താ ഒരു മൂഡ് ഓഫ്? അറബിയുമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ സിനാൻ കാര്യങ്ങൾ പറയുന്നു. അറബിയുമ്മ, വിഷയങ്ങൾ ഒരുപാടുണ്ട്. അതായത് ഞാനിവിടെ നല്ല രീതിയിൽ എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി, അവൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എനിക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ അവൾ കൊണ്ടുവന്ന് തരുമായിരുന്നു. അവൾ എന്നോട് കഴിക്കുവാൻ ആവശ്യപ്പെടുമായിരുന്നു. അവൾക്ക് എന്ത് ഭക്ഷണം കിട്ടിയാലും അതെനിക്ക് കൊണ്ടുവന്ന് തരുന്നത്. എങ്ങനെയോ അവളുടെ പിതാവിൻ്റെ, അതായത് അറബിയുടെ രണ്ടാം ഭാര്യ കാണുവാനിടയാവുകയാണ്. പൊതുവെ ആ കുട്ടിയെ എങ്ങോട്ടും കൊണ്ടുപോകില്ല. അങ്ങനത്തെ ഒരു ജീവിതമാണ് ആ കുട്ടിയുടേത്. എന്നാൽ എൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ആ കുട്ടിക്കൊരു സമാധാനമാണ്. എന്തെങ്കിലുമൊക്കെ ചോദിക്കും പറയുകയൊക്കെ ചെയ്യും. എന്നാലും നല്ല മോളായിരുന്നു, പാവം മോള്. അപ്പോൾ ആ പെണ്ണിനെ ഒരു ദിവസം ഞാൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രവുമായി തിരിച്ച് പോകുമ്പോൾ ശരിക്കും അറബി അത് കാത്തു നിന്നു. അതെ, ഒരു ദിവസം എന്തായാലും അവളെ ഒന്ന് എൻ്റെ ഭാര്യ പറഞ്ഞനുസരിച്ച് ചെക്ക് ചെയ്യണമെന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ അന്ന് അറബി അവിടെ കാത്തിരിക്കുന്നു. അവൾ ഭക്ഷണം കൊടുത്ത് തിരിച്ചു പോകുന്ന ആ ഒരു സമയത്ത് ശരിക്കും അതാ അറബി അവളുടെ മുമ്പിലേക്ക് ചാടി വീണുകൊണ്ട് പറയുന്നു, എങ്ങോട്ടാടി നീ പോയത്? ആർക്കാ നീ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത്? ഞാനറിയാതെ എന്ന് പറഞ്ഞ് ഒരുപാട് അവളെ വഴക്ക് പറഞ്ഞു. എന്ന് മാത്രമല്ല, നിങ്ങൾ എന്താ ഇവിടെ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെ പല രീതിയിലും ഓരോ സംസാരങ്ങൾ. അവൾ, ഒന്നുമില്ല ഉപ്പ, അതെൻ്റെ സഹോദരനാണ്. സഹോദരന് ഞാൻ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയാണ്. നിന്റെ ഒരു സഹോദരൻ, മരിച്ചുപോയ സഹോദരനെ കുറിച്ചാണോ നീ പറയുന്നത്? എന്ന് പറഞ്ഞ് ഒരുപാട് അവളെ ഉപദ്രവിക്കുകയായിരുന്നു. വലിച്ചിഴച്ച് അവളെ കൊണ്ടുപോകുന്ന ആ രംഗം സിനാന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. വേണ്ടെന്ന് പറയാൻ ധൈര്യമില്ല. പക്ഷെ എന്തിനാടാ നീ അവളെ കാര്യം നോക്കുന്നത്? അത് എൻ്റെ മോളെങ്ങാനെന്ന് പറഞ്ഞാൽ, പക്ഷെ എങ്കിലും സിനാൻ സഹിക്കാൻ കഴിയാതെ അത് വേണ്ടെന്ന് വെക്കാൻ, വേണ്ടെന്ന് പറയാൻ അവൻ ഇറങ്ങിച്ചെന്നപ്പോഴേക്കും സിനാനോട് പറഞ്ഞു, നിന്നെ ജയിലിൽ കയറ്റുന്ന പരിപാടി എനിക്കറിയായിട്ടല്ല. പറ്റുന്നുണ്ടെങ്കിൽ നിനക്ക് നിൽക്കാം, അല്ലെങ്കിൽ പോകാം. പക്ഷേ നിന്റെ പാസ്പോർട്ട് തരില്ല ഒരിക്കലും, നിനക്ക് നരകിക്കേണ്ടി വരും. അങ്ങനെ ഓരോ രീതിയിലുള്ള ഭീഷണികൾ വന്നപ്പോൾ ഒന്നും പറയാതെ അക്ഷമനായി നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ. എന്നാൽ പിന്നീട് ഞാൻ ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഹംദയെ കണ്ടിട്ടില്ല. സത്യമായിട്ടും എന്നും കാണുമെന്ന് വിചാരിക്കും, പക്ഷേ ഇല്ല. അവളെ പിന്നെ പുറത്തു വിട്ടില്ല എന്ന് മാത്രമല്ല, അവളെ വളരെയധികം പ്രയാസകരമായ രീതിയിലുള്ള ശിക്ഷയാണ് അവൾക്ക് കൊടുത്തത്. ഒരാളോടും മിണ്ടാനും പറയാനും പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ, ഒരാളോട് പോലും ഒന്നും ഉരിയാടാൻ, ഒന്ന് കാണാൻ, ഒന്ന് സംസാരിക്കാൻ പുറം ലോകം കാണാത്ത അവസ്ഥ. അതായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. അറബിയമ്മ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. സിനാൻ, എന്തുകൊണ്ട് നിങ്ങൾ ആരും ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞില്ല? അറബിയമ്മ, അത് എനിക്ക് തന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ലായിരുന്നു. എന്നോട് അജ്മൽ പറഞ്ഞിട്ടാണ് എനിക്ക് ഇത്രയെങ്കിലും ലീവ് കിട്ടിയത്. കാരണം അറബിയോട് അത്രക്കും പറഞ്ഞുകൊണ്ട് മാത്രം. മോനെ, ഇത്രയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്ന, സത്യമായിട്ട് അറബിയമ്മ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. പറയാൻ പാടുണ്ടോ അതും അറിയില്ല. എൻ്റെ പാസ്പോർട്ട് ഇപ്പോഴും തന്നിട്ടില്ല, അവരുടെ കൈകളിലാണ്.
മോനെ അങ്ങനെ ഓക്കെ ശരി ശരി. ഉമ്മ കണ്ടില്ലേ, അതാ ആ കാണുന്നതാണ് ആ ഹോസ്പിറ്റല്. പൊന്നു മോനെ, ഓ വലിയ ഹോസ്പിറ്റലാണല്ലോടാ. നേരെ അതാ പാർക്കിങ്ങിലേക്ക് വണ്ടി കൊണ്ടുപോകുന്നു. അവരവിടെ ഇറക്കിയിട്ട് സിനാനും ഉമ്മയും ചെല്ല്. തലാലിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് സിനാൻ അത് അപ്പോൾ തന്നെ തൻ്റെ കൂട്ടുകാരനെ വിളിക്കുന്നു. ഹലോ അജ്മൽ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ആണോ, മാഷാ അല്ലാ. മോളെ, അപ്പോൾ ഹംദക്ക് അവൻ നല്ല ചൂടുള്ള ഒരു കോഫി കൊടുക്കുകയായിരുന്നു. ഇത് കുടിക്കും മോളെ, നല്ലൊരു ഉന്മേഷത്തിന് വേണ്ടി ഇത് കുടിക്ക്. പിന്നെ മോൾ ആഗ്രഹിച്ച മോളുടെ സഹോദരനും മോളുടെ ഉമ്മയും എത്തുന്നുണ്ട്. സത്യമാണോ? സത്യമായിട്ടും ഞാൻ മോളെ പറ്റിക്കോ? ഓ മാഷാ അല്ലാ, എനിക്ക് അവരെ കാണാൻ കൊതിയായി. മോളൊരിക്കലും ഇറങ്ങി ഓടാൻ ശ്രമിക്കണ്ട. മോളുടെ കാലുകൾക്ക് അതിനുള്ള കരുത്തില്ല. ഇൻഷാ അല്ലാ ഒക്കെ റെഡിയായി ഇരിക്കും. അവൾ അതിനു വേണ്ടി കാത്തിരുന്നു, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയും സഹോദരനെയും കാണുവാൻ വേണ്ടിയിട്ട്. ഉമ്മ, ഇക്കാക്ക, നിങ്ങളെവിടെ? നിങ്ങളെ കാണാൻ ഞാൻ ഒരുപാട് നാളായി കാത്തിരിക്കുന്നു. അല്ലാ. അറബി ഉമ്മക്കും തലാലിനും മുഹ്സിനക്കും സിനാനും ആ ഒരു കുട്ടിയെ കാണാൻ കൊതിയായി എന്ന് തന്നെ പറയാം. കാരണം അങ്ങനെ ഒരു ദുരിതം അനുഭവിക്കുന്ന ഒരു അറബിക്കുട്ടി, അത് ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലിരിക്കുന്ന ആ ഒരു രംഗം, സത്യം പറഞ്ഞാൽ അവർക്കെല്ലാവർക്കും സങ്കടമാണ് വന്നത്. അവർ ഹോസ്പിറ്റൽ റിസപ്ഷനിൽ പോയിട്ട് കാര്യങ്ങൾ ചോദിച്ചു. ഹംദ റൂം നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും അവർ പറഞ്ഞു കൊടുത്തു. അത് ഹംദയെ കാണുവാൻ വേണ്ടി അറബിയുമ്മയും അവരെല്ലാവരും ലിഫ്റ്റിൽ കയറി മുകളിലോട്ട്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, യാത്രയിലാണ് കേട്ടോ റെക്കോർഡിംഗ് നടന്നത്. അതുകൊണ്ട് തന്നെ പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ടാവും. നല്ല മഴയാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കണം. ഇൻഷാ അല്ലാ ഞാൻ കോട്ടക്കൽ വീട്ടിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ പോകണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷേ ഇന്ന് രാത്രി തന്നെ പോകുന്നു. സഫമോൾക്ക് രാവിലെ മദ്രസൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ 7:30 തുടങ്ങും. അപ്പോൾ രാവിലെ എണീറ്റ് പോരാൻ ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ട് രാത്രി തന്നെ പോരാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും നല്ല മഴയാണ്. മഴ നിന്നിട്ടൊന്നുമില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ. ഇൻഷാ അല്ലാ നമുക്ക് ഈ സ്റ്റോറിയുടെ ബാക്കി നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.